السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اتقوا الله عباد الله. പ്രിയമുള്ള സത്യവിശ്വാസികളെ, നമ്മളൊക്കെ 5 നേരത്തെ നമസ്കാരത്തിലൂടെ പ്രപഞ്ചനാഥനും രക്ഷിതാവുമായ റബ്ബിനോട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, വ ഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്, പ്രാർത്ഥിക്കുന്നത്. അഥവാ നമ്മുടെ ഹൃദയം നിറഞ്ഞുകൊണ്ടുള്ള ആരാധനകളും സുജൂദും പ്രാർത്ഥനകളും അത് അല്ലാഹുവിനോട് മാത്രമാണ്. അതാണ് ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. എന്നാൽ നാം ജീവിക്കുന്ന നമ്മുടെ നാട് എങ്ങോട്ടേക്കാണ് പോകുന്നത്? മുദബ്ബിറുൽ ആലം CM വലിയുല്ലാഹിയാണ് ഈ ലോകം നിയന്ത്രിക്കുന്നതെന്ന് പറയുമ്പോൾ, പടച്ച റബ്ബിന് വകവച്ച് കൊടുക്കേണ്ട സർവവിശേഷണങ്ങളും അവൻ്റെ സൃഷ്ടികളിലേക്ക് വഴിമാറുമ്പോൾ, ഈ അടുത്തിടെ മരണപ്പെട്ടുപോയ ഖുറാ തങ്ങളെന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഖബർ പോലും വീണ്ടും ഒരു ഖബറാരാധനയിലേക്ക് രൂപപ്പെടുമ്പോൾ, അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ വഅന്നൽ മസാജിദ ലില്ലാഹ്, മസ്ജിദുകൾ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, ആ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ അള്ളാഹുവല്ലാത്ത ഒരു വ്യക്തികളെയും അള്ളാഹുവല്ലാത്ത ഒരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുതെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മെ ഉപദേശിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് അള്ളാഹുവല്ലാത്തവരോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? ഇന്നമാ അദ്ഉ റബ്ബി, പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്, ഞാൻ എൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂലിനോട് പോലും പറഞ്ഞത്, ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ, പ്രവാചകരെ അങ്ങയിൽ ബഹുദൈവ ആരാധന വന്നാൽ ലയഹ്ബതന്ന അമലുക, അങ്ങയുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും പ്രവാചകരെ, വലതകൂനന്ന മിനൽ ഖാസിരീൻ, അങ്ങ് പരാജിതരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ പ്രവാചകന്മാരോടല്ല, മരിച്ചുപോയ മഹാന്മാരോടല്ല, മരിച്ചുപോയ ബീവിമാരോടല്ല, മഹത് വ്യക്തികളോടല്ല, പടച്ച റബ്ബിനോട് മാത്രമാണ്. നമുക്കന്നം തരുന്ന, നമുക്ക് ശ്വസിക്കാൻ വായു തരുന്ന, നമുക്ക് നമ്മുടെ മക്കളെ തന്ന, അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ പട്ടിണിയില്ലാതെ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ റബ്ബിൻ്റെ മുന്നിലാണ് നാം സാഷ്ടാംഗം പ്രണാമം ചെയ്യുന്നത്. ആ റബ്ബിനോടാണ് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഉപ്പയുടെ, നമ്മുടെ ഉമ്മയുടെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖബറിൻ്റെ അടുക്കലേക്ക് പോയി അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി നാം പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമ്മുടെ ഉപ്പയുടെ, നമ്മുടെ ഉമ്മയുടെ ഖബറിൻ്റെ സമീപത്ത് പോയിട്ട് അല്ലാഹുമ്മ ഗഫിർലി ഉമ്മി, അല്ലാഹുവേ എൻ്റെ ഉമ്മയ്ക്ക് നീ പുറത്തു കൊടുക്കണേ. അല്ലാഹുമ്മ ഗഫിർലി അബി, അല്ലാഹുവേ എൻ്റെ ഉപ്പയ്ക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് ഇടത്തട്ടുകാരില്ലാതെ റബ്ബിനോട് നാം പ്രാർത്ഥിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ ആ റബ്ബിൻ്റെ തൗഹീദ് അരക്കെട്ടുറപ്പിച്ചെങ്കിൽ മാത്രമേ ഏത് നിമിഷവും നാം അല്ലാഹുവിലേക്ക് മരണപ്പെട്ടു പോകുമ്പോൾ ല ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ത്വയ്യിബ ഉച്ചരിച്ചുകൊണ്ട്
പുഞ്ചിരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിടവാങ്ങണമെങ്കിൽ നമ്മുടെ മനസ്സു നിറയെ, നമ്മുടെ ചിന്തകൾ നിറയെ, നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹുവിനോട് മാത്രമാകണം. അങ്ങനെ നാം ജീവിച്ചാൽ കോവിഡ് സമയത്ത് പ്രായമായ ഒരു മാസത്തോളം വെന്റിലേറ്ററിൽ കിടന്നു. അവസാനം ആ മാതാവ് ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്ന ആ സമയമായപ്പോൾ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു ഡോക്ടർ വന്നിട്ട് ആ ഉമ്മയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തയ്യിബ പറഞ്ഞു കൊടുത്തു. ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആരാധനകളും പ്രാർത്ഥനകളും അല്ലാഹുവിനാണെന്ന ബോധ്യവും ആ ഒരു ഉത്തരവാദിത്വ ബോധവും നമുക്കുണ്ടെങ്കിൽ മരണസമയത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാ പുറത്തേക്ക് വരും. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് നിന്ന് വിടവാങ്ങാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മൾ ആ പ്രവാചകന്മാരുടെ പാത, ലോകത്ത് വന്ന പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ശരിയായ മാർഗം നാം പിൻപറ്റണം. പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ യഥാർത്ഥ മാർഗം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമ, ഇതാണ് ചൊവ്വായ മാർഗം. ഫത്തബിഊഹു, ഈ ചൊവ്വായ മാർഗം പിൻപറ്റുക. വലാ തത്തബിഉസ് സുബുൽ, നിങ്ങൾ വിഭിന്ന മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലിഹി, നിങ്ങൾ ശരിയായ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകും. ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, ഇപ്രകാരം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഉപദേശിക്കുന്നത് നമ്മൾ സൂക്ഷ്മതാബോധമുള്ളവരാണ്, തഖ്വയുള്ളവരാകുന്നതിനു വേണ്ടിയിട്ടാണ്. ജീവിതത്തിൻ്റെ പ്രാർത്ഥനകളിലും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഏത് ആപത്ഘട്ടത്തിലും നമ്മെ സഹായിക്കാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടത് ബദരീങ്ങളെ എന്നല്ല, സൃഷ്ടികളെ വിളിച്ചുകൊണ്ടല്ല, അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട്, റബ്ബിനെ വിളിച്ചുകൊണ്ട്, ഏത് ആപത്ഘട്ടത്തിൽ അവൻ മാത്രമേ നമ്മെ സഹായിക്കാനുള്ളൂ എന്ന തിരിച്ചറിവ് വിശ്വാസികളായ മുസ്ലിമീങ്ങളായ നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളൊക്കെയും സ്വീകരിക്കുമാറാകട്ടെ. നാളെ പ്രവാചകന്മാരുടെ കൂടെ, സുദീഖീങ്ങളുടെ കൂടെ, ഔലിയാക്കന്മാരുടെ കൂടെ, മുവഹിദുകളുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ